ഓക്കെ, ഈ സെഷനിലെ അവസാനത്തെ 2-3 തിയറങ്ങളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഇഫ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു 0 ടു എം സി കെ എക്സ് റേസ് ടു കെ ബി പോളിനോമിയൽ. ഒരു പോളിനോമിയലാണെന്ന് വിചാരിക്കുക. ഓക്കെ, പി ഓഫ് എക്സ് ഒരു പോളിനോമിയലാണ്. പോളിനോമിയൽ ഫംഗ്ഷൻ ഓഫ് എക്സ്. ഓക്കെ, ഒരു എക്സ് എന്നുള്ളൊരു ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ പോളിനോമിയൽ എക്സ് എന്ന് പറയുന്ന പോലെ വിത്ത് ഇൻറ്റീജർ കോഎഫിഷ്യൻസ് ഓർ വിത്ത് ഇൻറ്റഗ്രൽ കോഎഫിഷ്യൻസ് പറഞ്ഞു നോക്കൂ. ഇഫ് എ കോൺഗ്രൻറ്റ് ബി മോഡൻ, എ ബിക്ക് കോൺഗ്രൻ്റ് ആണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു മോഡുലോ എൻ, ഇഫ് എ ഇസ് കോൺഗ്രൻറ്റ് ബി മോഡൻ, അങ്ങനെയാണെങ്കിൽ പി ഓഫ് എ വിൽ ബി കോൺഗ്രൻറ്റ് ടു പി ഓഫ് ബി മോഡൻ. അതായത് ഈ പോളിനോമിയലിൽ എക്സിന് പകരം എ കൊടുക്കുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ വിത്ത് റെസ്പെക്ട് ടു എൻ നമ്മൾ എന്ത് ചെയ്യണം, മോഡുലോ കാണണം കേട്ടോ. അത് ബി ഇട്ട് കൊടുക്കുമ്പോഴും കിട്ടുന്ന റിമൈൻഡറും എന്താണ്, തുല്യമാവും എന്നാണ് പറയുന്നത്. എ കോൺഗ്രൻറ്റ് ബി ആണെങ്കിൽ പി ഓഫ് എ വിൽ ബി കോൺഗ്രൻറ്റ് പി ഓഫ് ബി മോഡൻ എന്നായിരിക്കും എന്നാണ് അവർ പറയുന്നത്. ഇത് എളുപ്പമാണ്, ബുദ്ധിമുട്ടുള്ള കാര്യമില്ല, വളരെ സിമ്പിളാണ്. നമുക്ക് എ കോൺഗ്രൻറ്റ് ബി മോഡൻ ആണ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ. എ കോൺഗ്രൻറ്റ് ബി മോഡ് എൻ ആണെങ്കിൽ നമ്മുടെ മുന്നത്തെ തിയറി പ്രകാരം എ സ്ക്വയർ കോൺഗ്രൻറ്റ് ബി സ്ക്വയർ മോഡൻ, എ ക്യൂബ് കോൺഗ്രൻറ്റ് ബി ക്യൂബ് മോഡൻ നമുക്കറിയാം. അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എൻ എന്താ പറയുക, ഇവിടെ എത്ര പവർ എടുത്താലും നമുക്ക് കുഴപ്പമുള്ള കാര്യമില്ല. അപ്പോൾ ഇവിടെ കെയുടെ പവർ നമുക്ക് ഇവിടെ എത്ര എണ്ണം ഉണ്ട്, സിഗ്മ കെ ഈക്വൽ ടു 0 ടു എം സി കെ എക്സ് റേസ്റ്റ് കെ എന്ന് വെച്ചാൽ കെയുടെ വാല്യൂ C0 എക്സ് റേസ്റ്റ് 0 എന്ന് പറഞ്ഞാൽ C0 ഉണ്ട്, പിന്നെ C1 എക്സ് ഉണ്ട്, C2 എക്സ് സ്ക്വയർ ഉണ്ട്, C3 എക്സ് ക്യൂബ്, അങ്ങനെ CM എക്സ് റേസ്റ്റ് എം വരെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സിനാണ് നമ്മൾ എയുടെ വാല്യൂ കൊടുക്കുന്നത്. അപ്പോൾ എന്ത് വരും, എ റേസ്റ്റ് എം അല്ലേ, എക്സിന് പകരം എ കൊടുക്കണ്ടാവുക. അപ്പോൾ എ റേസ്റ്റ് എം വരെ നോക്കണം, ബി റേസ്റ്റ് എം, എ റേസ്റ്റും ബി റേസ്റ്റ്, അപ്പോൾ എം പവർ വരെ നമ്മൾ നോക്കേണ്ടി വരും കെയുടെ വാല്യൂ. അപ്പോൾ എ കെ കോൺഗ്രൻറ്റ് ബി കെ മോഡൻ ഫോർ കെ ഈക്വൽ ടു 0 ടു എം നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതിനാണ് രണ്ട് സൈഡും സി കെ കൊണ്ട് ഇൻഡ്യൂസ് ചെയ്താലോ. സി കെ റേസ്റ്റ് കെ കോൺഗ്രൻറ്റ് സി കെ ബി റേസ്റ്റ് കെ മോഡൻ. എഗെയിൻ നമ്മൾ മുന്നേ പഠിച്ച ഒരു പ്രോപ്പർട്ടിയാണത്. സി റേസ്റ്റ് കെ എ കെ കോൺഗ്രൻറ്റ് സി റേസ്റ്റ് കെ ബി കെ മോഡനാണ്. ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ മതി. ഫോർ കെ ഈക്വൽ ടു 0 ടു 1 ടു എക്സെട്ര എം ആഡ് ചെയ്ത് എന്ത് കിട്ടും നമുക്ക്, രണ്ട് എല്ലാം ആഡ് ചെയ്യൂ, എന്ത് കിട്ടും, C0 പ്ലസ് C1 എ പ്ലസ് C2 എ സ്ക്വയർ പ്ലസ് C3 എ ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് CM എ റേസ്റ്റ് എം കോൺഗ്രൻറ്റ് ടു C0 പ്ലസ് C1 ബി പ്ലസ് C2 ബി സ്ക്വയർ പ്ലസ് C2 ബി ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് CM ബി റേസ്റ്റ് എം മോഡ് എൻ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അതാണ് ഇതായി പറഞ്ഞേക്കുന്നത്. ഈ കാണുന്ന ഇതിലുള്ള എല്ലാം ഫോർ കെ ഈക്വൽ 0 ടു എല്ലാം ആഡ് ചെയ്ത് വരിക. സോ യു ഗെറ്റ് ദിസ് പർട്ടിക്കുലർ എക്സ്പ്രഷൻ, എക്സ്പാൻഡ് ചെയ്യണേ സമ്മേഷൻ. അപ്പോൾ ഇതിൽ LHS എന്ന് പറഞ്ഞാൽ എന്താണ്, പി ഓഫ് എ ആണ്. RHS എന്താണ്, അത് പി ഓഫ് ബി ആണ്. സോ എന്ത് കിട്ടും നമുക്ക്, പി ഓഫ് എ കോൺഗ്രൻറ്റ് പി ഓഫ് ബി മോഡൻ നമുക്ക് പറയാൻ പറ്റത്തേ ഉള്ളൂ. സോ അതുപോലെ തന്നെ കൊറോളറി നോക്കുക, വെരി സിമ്പിൾ, ജസ്റ്റ് വായിച്ച് വയ്ക്കാൻ മതി. ഓക്കെ, തിയറം 3 വളരെ ഇമ്പോർട്ടൻറ്റ് തിയറമാണ്, നോക്കാം. ഇഫ് n is equal to ഒരു നമ്പർ, ഒരു ഡെസിമൽ എക്സ്പാൻഷൻ നമ്പർ ആണ് കേട്ടോ. ഇഫ് n is equal to am 10 raised to m plus am minus 1 10 raised to m minus etc plus a1 10 plus a0, we get the decimal expansion of a positive integer. പോസിറ്റീവ് ഇൻറ്റീജറിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ തന്നിട്ടുണ്ട്. വേർ ഈച്ച് എ കെ എല്ലാം 10 താഴെ വരണേ, 0 ടു 9, 0 മുതൽ 9 വരെ വരുള്ളൂ. എ കെ സ്ട്രിക്ട്ലി ലെസ് ദാൻ 10 ആണ്, ഇൻറ്റീജർ ആകുമ്പോൾ ഓട്ടോമാറ്റിക് 9 വരെ വരുള്ളൂ. ആൻഡ് ലെറ്റ് എസ് ഇസ് ഈക്വൽ ടു, എസ് എന്താ ശ്രദ്ധിക്കണം കേട്ടോ. എസ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഡെസിമൽ എക്സ്പാൻഷനിൻ്റെ ഇൻറ്റീജേഴ്സിൻ്റെ സമ്മ കണ്ടോ, അതായത് ഇവിടുത്തെ A0 പ്ലസ് A1 പ്ലസ് എക്സെട്ര AM മൈനസ് 1 പ്ലസ് AM, ഇതാണ് എസ്. ഇതാണ് എസ് എന്ന് വിളിച്ച് വിചാരിക്കും. ഇനി പറയാണ്, ദ നമ്പർ 9 വിൽ ഡിവൈഡ് ദിസ് n ഇഫ് ആൻഡ് ഓൺലി ഇഫ് 9 ഡിവൈഡ്സ് എസ്. 9 എസ്സിനെ ഡിവൈഡ് ചെയ്യുമെങ്കിൽ മാത്രം എന്നെ ഡിവൈഡ് ചെയ്യും. എന്നെ ഡിവൈഡ് ചെയ്യുന്ന എല്ലാ എപ്പോഴൊക്കെ 9 എന്നെ ഡിവൈഡ് ചെയ്യണം, അപ്പോഴൊക്കെ 9 എന്തിനും ഡിവൈഡ് ചെയ്യും, എസ്സിനെയും ഡിവൈഡ് ചെയ്ത് നമുക്ക് കാണിക്കണം. ഓക്കെ, പ്രൂഫ് വളരെ സിമ്പിളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ പോളിനോമിയലിൻ്റെ പ്രൂഫ് വെച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ തീർക്കാൻ പറ്റും. അപ്പോൾ നോക്കൂ, ആദ്യം എന്നിന് തന്ന ഫോം എഴുതൂ. ഗിവൺ n is equal to am 10 raised to m പ്ലസ് a minus 1 10 raised to m minus etc പ്ലസ് a1 10 പ്ലസ് a0. ഇത് ഡെസിമൽ എക്സ്പാൻഷൻ ഓഫ് n തന്നിട്ടുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഈച്ച് എ കെ ഈസ് ലെസ് ദാൻ 10, 0ക്കും 10നും ഇടയ്ക്കാണ് ഈ കെല്ലാം കിടക്കുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ കൺസിഡർ പി ഓഫ് എക്സ്. എന്താണ് പി ഓഫ് എക്സ് വരുന്നുണ്ടാവുക, പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്നിൻ്റെ കറസ്പോണ്ടിങ് തന്ന ആ ഡെസിമൽ എക്സ്പാൻഷൻ്റെ കറസ്പോണ്ടിങ് പി ഓഫ് എക്സ്. പി ഓഫ് എക്സ് എന്ന് പറയുന്നത് AM എക്സ് റേസ്റ്റ് എം AM മൈനസ് എക്സ് റേസ്റ്റ് എം മൈനസ് എക്സെട്ര പ്ലസ് A1 എക്സ് പ്ലസ് A0, അത് പി ഓഫ് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ പി ഓഫ് എക്സ് എന്തായാലും ഒരു പോളിനോമിയലാണ് വിത്ത് ഇൻറ്റിജർ കോഎഫിഷ്യൻസ് ഓർ വിത്ത് ഇൻറ്റഗ്രൽ കോഎഫിഷ്യൻസ്. അപ്പോൾ നമുക്ക് എന്താണ് ഇനി നോക്കൂ, വാട്ട് ഇസ് 10?
10 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 9. നമുക്ക് വളരെ അറിയാവുന്ന ഒരു കാര്യമാണല്ലേ അത്. 10 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 9 ബിക്കോസ് 10 - 1 ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 9. Therefore നമുക്ക് എന്ത് പറയാൻ പറ്റും, P of 10 നമ്മൾ മുന്നത്തെ ആ തീരപ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും, P of നമ്മുടെ A കോൺഗ്രുവൻറ്റ് ടു B mod M ആണെങ്കിൽ P of A കോൺഗ്രുവൻറ്റ് ടു P of B mod M എന്നല്ലേ നമ്മൾ നേരത്തെ കണ്ട തീരം. അത് പ്രകാരം ഇവിടെ എന്ത് കിട്ടണം, P of 10 must be congruent to P of 1 mod 9 എന്ന് പറയണം. ശരിയല്ലേ? 10 കോൺഗ്രുവൻറ്റ് 1 mod 9 ആണെങ്കിൽ P of 10 must be congruent to P of 1 mod 9 നമുക്ക് പറയാൻ പറ്റണം. പക്ഷെ എന്താണ് P of 10? P of 10 നമുക്ക് തന്നിട്ടുള്ള ഈ n എന്നുള്ള നമ്പറാണ്, അല്ലെങ്കിൽ ഈ നമ്പറിൻ്റെ ഡെസിമൽ എക്സ്പാൻഷനാണ് P of 10. അപ്പോൾ P of 1 എന്താണ്? P of 1 എന്ന് പറഞ്ഞാൽ P of 1 എന്താണ്, ഈ എക്സിൻ്റെ സ്ഥലത്തൊക്കെ ഈ എക്സ്പ്രഷനിൽ എക്സിൻ്റെ സ്ഥലത്തൊക്കെ എന്ത് കൊടുക്കുക, 1 കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും, A raised to AM പ്ലസ് AM - 1 പ്ലസ് എല്ലാ ഇൻറ്റീജേഴ്സിന് സമ്മ് കിട്ടും അല്ലേ. അത് നമ്മുടെ എസ് എന്ന് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് കിട്ടി, N കോൺഗ്രുവൻറ്റ് ടു S mod 9 എന്ന് കിട്ടും അല്ലേ. P of 10 കോൺഗ്രുവൻറ്റ് ടു P of 1 mod 9 എന്ന് പറഞ്ഞാൽ P of 10 എന്താ N ആണ്, P of 1 എന്താ S ആണ്. സോ വി ഗെറ്റ് N കോൺഗ്രുവൻറ്റ് ടു S mod 9. അത്രയും കിട്ടും. അടുത്തത് എന്താ, N ആൻഡ് S രണ്ട് നമ്പറും കോൺഗ്രുവൻറ്റ് ടു mod 9 എന്ന് പറഞ്ഞാൽ both n and s will have the same remainder, will leave the same remainder when divided by 9. അങ്ങനെ A congruent to B മോഡിൻ്റെ അർത്ഥം എനെയും ബിനെയും എന്നോട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ സെയിം ആവുന്നല്ലേ നമ്മൾ പറഞ്ഞേ. അപ്പോൾ n congruent S mod 9 എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് both n and s will remain the same remainder when divided by 9. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, 9 will divide n if and only if 9 will divide s. That's it. ഓക്കെ, അങ്ങനെ നമുക്ക് ആ തിയറത്തിൻ്റെ പ്രൂഫ് അവിടെ കഴിയും. സിമിലർലി ഇതേപോലെ തീരം 4 എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക, എളുപ്പമാണ്, ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഓക്കെ, അതുപോലെ തന്നെ പ്രോബ്ലം 10 നമ്മളിപ്പോൾ പറഞ്ഞ ആ തീരം അനുസരിച്ചാണ് ചെയ്യേണ്ടത്. ഈ 1571724 എന്ന് പറഞ്ഞ ഈ നമ്പറിൻ്റെ എല്ലാ ഇത് നമുക്ക് ഡെസിമൽ റെപ്രസെൻറ്റേഷനാണ് എഴുതിയേക്കുന്നത്. ഓക്കെ, അതിനെന്ത് ചെയ്യണം, അപ്പോൾ അതെന്താ 1 ഇൻറ്റു നമുക്ക് എന്ത് ചെയ്യണത്, നിങ്ങൾ ആ P of 10 ഫോമിൽ എഴുതി നോക്കണം. അതൊന്നുമില്ല, ബാക്കിൽ നിന്ന് എഴുതിയാൽ മതി. 4 + 2 × 10 + 7 × 10 square + 1 × 10 cube + 7 × 10⁴ + 5 × 10⁵ + 1 × 10⁶. ഇങ്ങനെ എഴുതുക. എന്നിട്ട് അതിൻ്റെ എല്ലാ AIകളുടെയും സം അത് 4 + 2 + 7 + 1 + 7 + 5 + 1 27 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, നോക്കൂ, ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇതുപോലെ 11 വെച്ചുള്ള ടെസ്റ്റും ചെയ്യാം. അത്രയേ ഉള്ളൂ കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ സെഷൻ അവിടെ അവസാനിക്കുകയാണ്. ഗോ ത്രൂ സപ്ലിമെൻ്ററി പ്രോബ്ലംസ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക, കൺഫ്യൂഷനൊന്നും വേണ്ട. ഇപ്പോൾ നമുക്ക് പഠിച്ചെടുത്തില്ലെങ്കിലും കോൺഗ്രുവൻസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ആലോചിച്ച് ചെയ്യാൻ പറ്റുന്ന സെഷനാണ്. അപ്പോൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഒന്ന് ക്ലാസ് കേൾക്കുക, നോട്ടൊക്കെ എഴുതി നോക്കുക, എഴുതി വെച്ച് മറിച്ച് നോക്കി പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ അപ്പോൾ ചോദിച്ചോളൂ, വിരോധമുള്ള കാര്യമല്ല. ഓക്കെ, നമുക്ക് അടുത്ത് വേണ്ടത് ലീനിയർ കോൺഗ്രുവൻസ് ആണ്. നമുക്ക് അടുത്ത സെഷനിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.